ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നിപ്പോൾ യൂബറിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുമല്ലോ. അപ്പം ഇത്ര നാൾ യൂബർ ഓടിച്ചതിൽ വെച്ച് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഞാനത് യൂബറിൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കും, ആസ് എ കസ്റ്റമർ എന്താണോ അവരുടെ വ്യൂ ഓഫ് പോയിന്റിലും സംസാരിക്കും, ഒരു ഡ്രൈവർ എന്നുള്ള രീതിയിൽ സംസാരിക്കാം, ഒരു ഓണർ എന്നുള്ള രീതിയിലും സംസാരിക്കും. ഒരിക്കലും ഞാൻ ബയാസ്ഡായിട്ട് സംസാരിക്കത്തില്ല, ആരുടെയും കൂടെ ഒന്നും സംസാരിക്കത്തില്ല, ഉള്ള പോലെ ഫാക്റ്റായിട്ട് പറയും. ഇപ്പം ഞാനിപ്പോൾ ഒരു 1700 ട്രിപ്പോളം ഞാനിപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് ടൈമായിട്ട് ഓടിക്കുന്നുണ്ട്, ഫുൾ ടൈമായിട്ട് ഓടിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ആദ്യം നമുക്ക് കസ്റ്റമർ, ഈ ഒരു സമരം ഇപ്പം നടക്കുമ്പോൾ കസ്റ്റമർ ഇതിനെപ്പറ്റി ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് സംസാരിക്കുന്നത്. കസ്റ്റമറുടെ വ്യൂ ഓഫ് പോയിന്റിൽ അവർക്ക് വിരൽത്തുമ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന സ്ഥലത്ത് അവർക്ക് വീട്ടിൽ സാധനം എത്തും. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് സെക്യൂരിറ്റി. രണ്ടാമത്തെ കാര്യം പൈസയുടെ കുറവ്, ചീപ്പായതുകൊണ്ട്. കാരണം പറയുന്നത് ശരി, ഓട്ടോയുടെ കാശിനാണ് AC ഇട്ട് കാറിൻ്റെ അകത്ത് അവർക്ക് യാത്ര ചെയ്യാം. പിന്നെ അവർക്ക് അവർ വിരൽത്തുമ്പിൽ അവർ വീടിൻ്റെ ഉള്ളിൽ വരെയും സാധനം യൂബർ വണ്ടി വരും. അപ്പോൾ അവർക്ക് അവരുടെ ആ സൗകര്യമാണ് അവർ നോക്കുന്നത്. പിന്നെ ചീപ്പ് പ്രൈസും. എപ്പോൾ വേണമെങ്കിലും, ഇത് പാതിരാത്രി വേണമെങ്കിലും അവർക്ക് വരുന്ന ഡ്രൈവർ എങ്ങനെയുള്ള ഡ്രൈവറാണെന്ന് അവർക്ക് തീരുമാനിക്കാം. മോശം ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഡ്രൈവറുടെ റേറ്റിംഗ് എപ്പോഴും കുറവായിരിക്കും, അവർക്കത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അവർക്ക് കൊടുക്കേണ്ട പൈസ എത്രയെന്ന് മുൻകൂറായിട്ട് കാണും. അവിടെയാണ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഡ്രൈവർമാർ കുത്തിന് പിടിച്ച് പൈസ മേടിക്കും. പിന്നെ അവരുടെ ഒരുമാതിരി ധാർഷ്ട്യം. ഇതൊക്കെയാണ് ആസ് എ ഒരു എന്താ പറയുക, ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കാര്യം. ഓട്ടോയുടെ റേറ്റാണ് കാർ ഓടുന്നതെന്നുള്ള കാര്യം സത്യമാണ്. ഇനി ഒരു ഡ്രൈവറുടെ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെയായിരിക്കും എൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. ഡ്രൈവറെ സംബന്ധിച്ച് എങ്ങും വെയിറ്റ് ചെയ്ത് കിടക്കേണ്ടതായിട്ടൊരു ആവശ്യം വരുന്നില്ല. കാരണം അവൻ എവിടെയെങ്കിലും കിടന്നാൽ അവന് ഓട്ടം കിട്ടും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവന് ഓട്ടം കിട്ടും. പിന്നെ ഏറ്റവും മെയിനായിട്ടൊരു കാര്യമാണ് ഈ യൂബർ, ഈ പാരമ്പര്യമായിട്ട് ആൾക്കാർ കുത്തിന് പിടിച്ച് പൈസ മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ പൈസക്ക് യൂബറിന് ഇത്രയും ചീപ്പ് റേറ്റിന് ഓടാമെങ്കിൽ ഈ പഴയ ആൾക്കാർ, അതായത് പഴയ ആൾക്കാർ വണ്ടി ഓടി ഈ കുത്തിന് പിടിച്ച് ഇത്രയും പൈസ മേടിക്കുന്ന ബ്ലേഡ് അല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. ശരിക്കും ഇത് പ്രോഫിറ്റബിൾ ആയിട്ടാണോ ഈ യൂബറുകാർ കൊണ്ടുനടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. നിങ്ങളത് കാണുന്നില്ല. കാരണം ഒരുപാട് വണ്ടികൾ ഈ റേറ്റിന് ഓടാൻ പറ്റില്ല, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടോ ഉള്ളത് കൊണ്ട് യൂബറുകാർ, അതായത് യൂബർ ഡ്രൈവർമാർ അത് റോൾ ചെയ്ത് പോകുന്നതാണ്. പക്ഷേ ലോങ് റണ്ണിൽ ഇത് പ്രോഫിറ്റബിൾ അല്ല, നഷ്ടമാണ്. കാരണം അവൻ്റെ കാൽച്ചോട്ടിലും മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കിലോമീറ്ററിന് 20 രൂപയ്ക്ക് ഓട്ടോയ്ക്ക് ഓടുന്ന പൈസ ഈ കാർ ഓടിച്ചു കഴിഞ്ഞാൽ മുതലാവില്ല എന്ന് എനിക്കിപ്പോൾ ഇത്ര നാൾ ഓടിച്ച എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാവും. പിന്നെ റെഗുലറായിട്ട് ഓട്ടം കിട്ടും. പിന്നെ എൻ്റെ കാര്യം ഞാൻ പറയാം, ഒരു 3000 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ സ്വന്തം വണ്ടി അല്ല എങ്കിൽ ഒരു ഡ്രൈവർക്ക് എല്ലാ ചിലവും കഴിഞ്ഞ് ഒരു 1000 രൂപ കിട്ടും. പക്ഷേ അവിടെ അവന് പ്രശ്നം വരുന്നത്, അവന് ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരും. കാരണം 8 മണിക്കൂർ കൊണ്ട് അവന് കിട്ടേണ്ട പൈസയ്ക്ക് വേണ്ടി അവൻ 12-14 മണിക്കൂർ കിടക്കുമ്പോഴാണ് ഈ 3000 രൂപ നോക്കുന്നത്. ഒരു ഡ്രൈവറുടെ കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. കാരണം അവൻ ഓവർ ടൈമാണ് അവൻ ജോലി ചെയ്യുന്നത്. പിന്നെ കസ്റ്റമറുടെ ഇതിൽ നോക്കുമ്പോൾ അവർക്ക് ചീപ്പായിട്ട് റേറ്റ് കിട്ടുന്ന അവർ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഈ പരമ്പരാഗതമായിട്ട് ഓടുന്ന ഡ്രൈവർമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാലഘട്ടത്തിനെതിരെ നിങ്ങൾ എത്ര മസിൽ പിടിച്ചിട്ടും കാര്യമില്ല. കാരണം ടെക്നോളജി അങ്ങനെ നിന്ന ഒരു പ്രസ്ഥാനങ്ങളും ഇന്നിവിടെ നിലനിന്നിട്ടില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആകുക. അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കാലം നമ്മളെ പുറന്തള്ളും. നമ്മൾ ടെക്നോളജി ഉപയോഗിക്കാതെ നിങ്ങൾക്ക് വീട്ടിൽ വന്ന്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടാണ്, ചെറുപ്പക്കാരാണ് യൂബർ ഓടിക്കുന്നത്, അവർക്ക് വീടും കൂടി ഇല്ല എന്നുള്ളത്. ചേട്ടന് അത്രയ്ക്കും ആ ചേട്ടന്മാർക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ ചേട്ടന്മാർ അവർ മെയിനായിട്ട് അവർ ഈ പണ്ടത്തെ പാരമ്പര്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ അവർ ഏരിയ വിട്ട് അവർ ഇങ്ങോട്ടും പോകത്തില്ല. അവർക്ക് ആ കംഫർട്ട് സോണിൽ അവർക്ക് ഇരിക്കണം. അതാണ് അവരുടെ ഒരു പ്രശ്നം, അവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം. അവരൊരു മതിലുണ്ടെങ്കിൽ ആ മതിൽ, അല്ലെങ്കിൽ ഒരു ഷെഡ് ഉണ്ടെങ്കിൽ ആ ഷെഡിൻ്റെ അകത്ത് കയറി അവർക്ക് അതിൻ്റെ അകത്ത് ഇരിക്കണം. അവർക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ല. പക്ഷേ താല്പര്യമുള്ള ആൾക്കാർ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ജോലി ചെയ്യട്ടെ. അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ. നിങ്ങൾ ടെക്നോളജിയോട് പുറംതിരിഞ്ഞ് നിൽക്കും തോറും നിങ്ങൾ പുറത്തേക്ക് പോവില്ല, നിങ്ങൾ പുറകോട്ട് വലിക്കും. അതാണ് എനിക്ക് ചേട്ടന്മാരോട് പറയാനുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കാര്യം. ഈ വണ്ടി ലോങ് റണ്ണിൽ നിങ്ങൾക്ക് കാണാം, ഈ യൂബർ പുതിയ വണ്ടി എടുക്കുന്നവരൊക്കെ ഒരു 1.5 വർഷം കഴിയുമ്പോൾ അവൻ്റെ മാക്സിമം ട്രൈ നോക്കി, ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള രീതിയിൽ ഓടി നോക്കിയിട്ട് അവസാനം ആ വണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇത് ലോങ് റണ്ണിൽ പ്രോഫിറ്റബിൾ അല്ല. കയ്യിൽ നിന്ന് മുതൽ പോയിട്ടുണ്ട്. കാരണം ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളും ഒരു ഉടമസ്ഥൻ എന്നുള്ള രീതിയിൽ ചിലവുകളുണ്ട്. വണ്ടി വെറുതെ ഓടുമല്ലോ. വണ്ടിക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. അത് ഈ കിലോമീറ്റർ 20 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ കിട്ടില്ല. പിന്നെ ഒരു യൂബർ ഡ്രൈവർ വണ്ടി വണ്ടി റെൻറ്റിന് കൊടുക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് വേറെ പാർട്ട് ടൈമോ വേറെ എന്തെങ്കിലും ഫുൾ ടൈമോ ബിസിനസ് ഉള്ളവരാണ് ഈ സംഭവം ഓൺ ചെയ്യുന്നത്. അവരും ബ്രേക്ക് ഈവൻ ആണെന്നേ പറയാൻ പറ്റൂ. പക്ഷെ അവർ സ്കെയിൽ ചെയ്ത് വണ്ടി കൂട്ടി വരുമ്പോൾ അവർ ചെറിയൊരു ലാഭത്തിലാവുന്നുണ്ട്, ചില സമയത്ത് നഷ്ടത്തിലാവുന്നുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ അടുത്ത കാര്യം എന്താ വെച്ചാൽ യൂബർ എങ്ങനെയാണ് അൽഗോരിതം വർക്ക് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ യൂബർ ഡ്രൈവർമാരുടെ കൺസെപ്റ്റിൽ റേറ്റ് കുറവാണ്, 16 രൂപയ്ക്കും 15 രൂപയ്ക്കും ഓടുന്നവരുണ്ട്. ശരിക്കും യൂബറിൻ്റെ അൽഗോരിതം നമ്മുടെ ഇപ്പം ആസ് എ കസ്റ്റമർ ഇപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് 20 രൂപയ്ക്ക് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത 2-3 ട്രിപ്പിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിലോമീറ്റർ 35 രൂപ 30 രൂപ യൂബർ ഈടാക്കുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. ഒരു തരം റൊട്ടേഷനാണ്. അവിടെ നിന്നെടുത്ത് ഇവിടെ കൊടുക്കും, ഇവിടെ നിന്നെടുത്ത് അവിടെ കൊടുക്കും. അതുപോലെ തന്നെ ഡ്രൈവർമാരുടെ കേസിലും യൂബറിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നതും ഒരു സമയത്ത് നിങ്ങൾക്ക് 30 രൂപയ്ക്ക് ഒരു ട്രിപ്പിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ട്രിപ്പിൽ നിങ്ങൾ 15 രൂപ നിങ്ങൾക്ക് തരും. കാരണം അവിടെ നിന്ന് എടുത്ത് നിങ്ങൾക്ക് ഇവിടെ തരും. അതുപോലെ തന്നെ ഓട്ടവും വേറൊരു ഡ്രൈവറിന് ഓട്ടം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടം തരില്ല. ആ സമയത്ത് ആ ഡ്രൈവറിന് ഓട്ടം കിട്ടാത്ത സമയത്ത് നിങ്ങൾക്ക് ഓട്ടം കിട്ടും. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അൽഗോരിതം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും ഈ പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിർത്തുക എന്നുള്ളത് മാത്രമേ യൂബറിന് അതിൻ്റെ അകത്ത് ഉദ്ദേശമുള്ളൂ. അവർക്ക് മാക്സിമം അവരുടെ പ്രോഫിറ്റബിൾ ആകുക. അതെല്ലാ ബിസിനസ്സും അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ലോങ് റണ്ണിൽ ലാഭം ഉണ്ടോ ഇല്ല, തൽക്കാലം നോക്കുമ്പോൾ വലിയൊരു എമൗണ്ട് ആസ് എ ഡ്രൈവറിന് വരുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഒത്തിരി സമയം, ഒരുപാട് സമയം 14 മണിക്കൂർ സമയം ജോലി ചെയ്ത് 1000 രൂപ കിട്ടുന്നതിൽ കാര്യമില്ല. വലിയ എമൗണ്ട് 4000-4500 രൂപ കിട്ടുന്ന ദിവസങ്ങളുണ്ട്. അപ്പോഴും നമുക്ക് എല്ലാ ചിലവുകളും കഴിഞ്ഞ് ബാലൻസ് വരുന്നത് വളരെ തുച്ഛമായ എമൗണ്ടാണ്. പിന്നെ നിങ്ങൾ കാണുന്നതാണ് ഇതിൻ്റെ അകത്ത് റെഗുലറായിട്ട് അങ്ങനെ ആരും നിൽക്കാറില്ല. കാരണം ഒരാൾ പോയി അടുത്ത ആൾ എന്തായാലും യൂബറിന് വേറെ കിട്ടും എന്നുള്ള കാര്യം യൂബറിന് ഉറപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും ഇതിൻ്റെ അകത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുന്നു. വേറെ ജോലിയിലേക്ക് പോയി വീണ്ടും ആ ജോലി രക്ഷപ്പെടാണ്ട് വരുമ്പോഴാണ് ഈ ഡ്രൈവർമാർ വീണ്ടും ഈ ജോലിയിലേക്ക് വരുന്നത്. ഒരിക്കലും ഒരു സാലറിയിൽ വർക്ക് ചെയ്യുന്ന അത്രയും ഒരു കംഫർട്ടബിൾ അല്ല. സാമ്പത്തികപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. കിലോമീറ്ററിന് 20 രൂപ കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് മിനിമം വേജ് ഇപ്പം ഞാൻ ആ ഒരു കാര്യത്തിൽ പാരമ്പര്യ ഡ്രൈവർമാർ പറയുന്നത് കറക്റ്റ് കാര്യമാണ്. പിന്നെ റിട്ടേൺ കാശും കൂടി കസ്റ്റമർ പറയുന്ന കറക്റ്റ് കാര്യമാണ്. കാരണം റിട്ടേൺ കാശും കൂടി കസ്റ്റമർ തന്നെ എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കില്ല. നമ്മൾ അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുക എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവർ ഈ ടെക്നോളജീനെ അക്സെപ്റ്റ് ചെയ്ത് അവരതിൻ്റെ കൂട്ടത്തിൽ ചേരുക. അല്ലാണ്ട് ഗുണ്ടായിസം കാണിച്ചിട്ട് വഴിയിൽ ആൾക്കാരെ തടഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം എല്ലാവർക്കും കൂടെ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് റെഗുലറായിട്ട് ഓട്ടം കിട്ടുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ആ ഓട്ടത്തിൻ്റെ റേറ്റ് വളരെ കുറവാണ്. അത് വെച്ച് വണ്ടിയുടെ മെയിൻ്റനൻസും ഒരാളുടെ ഒരു ജോലി പൈസയൊക്കെ വെച്ച് കൂട്ടി നോക്കുമ്പം ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആണ്. കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തട്ടിയും മുട്ടിയും ഈ മുഴുപ്പട്ടിണിയേക്കാളും നല്ലത് അരപ്പട്ടിണിയാണെന്ന് പണ്ടുള്ള ആൾക്കാർ പറയുന്ന പോലെ തൽക്കാലം കാര്യങ്ങൾ നടന്നു പോകും. അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് പൈസ ഉണ്ടാകുന്ന മുതലാളിമാരുണ്ട്. അവർ അത്ര വെൽ എക്സ്പീരിയൻസ്, അത് ചുരുക്കം കുറച്ച് ആൾക്കാരേ ഉള്ളത്. അവർക്ക് ഒന്നിലധികം വണ്ടി ഉണ്ടാവും. വണ്ടിയുടെ CC അവരുടെ തീർന്നതായിരിക്കും. അവർക്ക് വേറെ ബിസിനസ് കാണും. അവരുടെ സമയത്ത് ഒന്നിലധികം വണ്ടി അവർക്ക് വേണ്ടി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവർ പ്രോഫിറ്റബിൾ ആവുന്നത്. ഈ ഒറ്റയും വണ്ടിയുള്ള ആൾക്കാർ പെട്ടുപോകുന്നു. കാരണം അവർക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. മറ്റുള്ളവരുടെ വണ്ടിയുടെ ഓൾറെഡി ലോണൊക്കെ കഴിഞ്ഞതായിരിക്കും. എന്തായാലും നമുക്ക് ഇതിനെ ഒന്നും തിരുത്താൻ പറ്റില്ല. കാലത്തിനകത്ത് മാറാനേ പറ്റൂ. കസ്റ്റമർ എപ്പോഴും ചീപ്പായിട്ടുള്ള ഓപ്ഷൻ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള എപ്പോൾ വിളിച്ചാലും കിട്ടണം. ഈ ഡ്രൈവർമാരുടെ ധാർഷ്ട്യം കാണാൻ പറ്റത്തില്ല. അവർക്ക് മുൻകൂട്ടി അവരുടെ പൈസ അറിയാൻ പറ്റണം. ചീപ്പായിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റണം. അവരുടെ വീട്ടുമുറ്റത്ത് സാധനം എത്തണം. അല്ലാണ്ട് ഞങ്ങൾക്ക് റിട്ടേൺ കിട്ടത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് റിട്ടേണിൻ്റെ പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് വലിയ എമൗണ്ട് ചോദിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോൾ ഓടുന്ന ഡ്രൈവർമാർ ലാഭത്തിലാണ് യൂബർ ഓടുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതും വെറുതെയാണ്. ഒരിക്കലും ലാഭത്തിലല്ല. ജസ്റ്റ് ബ്രേക്ക് ചെയ്യണം. നമുക്ക് റോൾ ചെയ്യാൻ പൈസ കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു നമ്മൾ അറിയുന്നില്ല. ഇത് തന്നെയായിരിക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഈ ഫീൽഡ് മോശമാണ്, നഷ്ടമാണ് എന്ന് പറയുന്നതിൽ ഒത്തിരി കാര്യമുണ്ട്. യൂബറിൻ്റെ അൽഗോരിതം പ്രവർത്തിക്കുന്ന അങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അവിടെ നിന്നെടുത്ത് ഇവിടെ കൊടുക്കുക, ഇവിടെ നിന്നെടുത്ത് അവിടെ കൊടുക്കുക. ഈ കസ്റ്റമറുടെ കയ്യിൽ നിന്നും പൈസ പിടിക്കുന്നുണ്ട്. കസ്റ്റമറിന് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 20 രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ പ്രാവശ്യം 30 രൂപ 35 രൂപ 40 രൂപയും കിലോമീറ്റർ മേടിക്കുന്നുണ്ട്. ഈ അൽഗോരിതം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഡ്രൈവർമാർക്ക് പറയാനുള്ളൊരു മെയിനായിട്ടൊരു കാര്യമാണ് എന്താണെന്നറിയാം. ഡ്രൈവർമാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഫെയർ ഇല്ലാത്ത സമയത്ത് മാക്സിമം ഓടാതിരിക്കുക.
ഫെയർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ചാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. എപ്പോഴും നൈറ്റ് ഡിമാൻഡ് ഉണ്ട്, നൈറ്റ് ഫെയറും ഉണ്ട്. വെളുപ്പാങ്കാലത്തും അവധി ദിവസങ്ങളിലും സെലിബ്രേഷൻ ദിവസങ്ങളിലും ഒക്കെ നമുക്ക് ഓട്ടം ഉണ്ട്. ആ സമയത്ത് വണ്ടി ഒരുപാട് ആയിക്കഴിഞ്ഞാലും ഡിമാൻഡ് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. കാരണം ഒരുപാട് വണ്ടി നമുക്ക് ആയിക്കഴിഞ്ഞാൽ ഒരു സീസണിൽ, പ്രത്യേക സീസണിൽ ഒരുപാട് പേര് പുതിയ വണ്ടി ഇറക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ ആ വണ്ടി എല്ലാം അപ്രത്യക്ഷമാകും. കാരണം നഷ്ടം കാരണം അവർ കൊടുക്കും. അപ്പോഴാണ് ഇത് ഫെയർ കൂടും. കാരണം വണ്ടി അധികം ഇല്ല, ആവശ്യക്കാർ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഡിമാൻഡ് കൂടും, അപ്പോൾ ഫെയർ കൂടും. ഈ ഉച്ച സമയത്തൊക്കെ ഫെയർ എടുക്കാൻ നേരത്ത് നിങ്ങൾ ഉച്ച സമയത്ത് ഓടുന്നവർ ശ്രദ്ധിക്കുക. ഉച്ച സമയത്ത് ഒരിക്കലും ഫെയർ ഇല്ല. രാത്രി ഫെയർ ഉണ്ട്, അവധി ദിവസങ്ങളിൽ ഫെയർ ഉണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ച് ഓടിക്കുക. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫെയർ നോക്കുക. നമ്മൾക്ക് ഇപ്പോൾ 10 കിലോമീറ്റർ ആണെങ്കിൽ 20 രൂപ വെച്ചാണ് പെട്ടെന്ന് മനസ്സിൽ കണക്ക് കൂട്ടുക. പിക്കപ്പ് ദൂരം കൂടി വെച്ച് കിലോമീറ്റർ വെച്ചിട്ട് അത് 10 വെച്ച് ഗുണിക്കുകയോ അല്ലെങ്കിൽ 20 വെച്ച് ഗുണിച്ച് ഫെയർ എത്രയെന്ന് കണക്ക് കൂട്ടിയിട്ട് അത് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എടുക്കാതിരിക്കുക. ഒരിക്കലും ഫെയർ കുറച്ച് ഓടാതിരിക്കുക, ഒരുപാട് വണ്ടി വരാതിരിക്കുക. അതൊക്കെയാണ് പിന്നെ ഫെയർ ഇല്ലാത്ത സമയത്ത്, ഡിമാൻഡ് ഇല്ലാത്ത സമയത്ത് ഓടാതിരിക്കുക. ഇത് ഫുൾ ടൈം ജോബായിട്ട് എടുക്കുന്നവർക്കാണ് ഇത് ബുദ്ധിമുട്ട്. പാർട്ട് ടൈം ആയിട്ട് ജോബ് എടുക്കുന്നവർക്ക് ഇതൊരു പ്രശ്നമായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഡ്രൈവറുടെ രീതിയിലും ഒരു കസ്റ്റമറുടെ രീതിയിലും ഒരു പാരമ്പര്യ ഡ്രൈവർമാർ ചിന്തിക്കുന്ന രീതിയിലും അവർ പറയുന്നതിൽ കാര്യമുണ്ട് കുറേശ്ശൊക്കെ. പക്ഷേ എല്ലാം നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. ഒരു കാലത്തിനനുസരിച്ച് മാറിയേ പറ്റൂ. പിന്നെ യൂബർ ലാഭത്തിൽ, ഈ യൂബറുകാർ ഇത്രയും പൈസ കുറച്ച് ഓടിക്കാമെങ്കിൽ പിന്നെ അവർക്ക് ഓടിച്ചാൽ എന്താണെന്ന് ചോദിക്കുന്ന അതിൽ ലോജിക്കില്ല. നിവൃത്തികേട് കൊണ്ട് ഈ ഫെയറിൽ ഓടുന്നത്. കാരണം മറ്റുള്ളവർ ഓടുമ്പോൾ ഓട്ടം കിട്ടാൻ വേണ്ടി ഈ ഫെയറിന് ഓടിയേ പറ്റൂ, നിർബന്ധിതനാകുന്നതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രയല്ല ഈ വീഡിയോയിലൂടെ പറയാൻ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.